ഇന്ന് നമുക്ക് ഈ കാണുന്ന ലോട്ടസും ഈ ജിപ്സം ഫ്ലവേഴ്സൊക്കെ വെച്ചിട്ട് ഒരു ഫ്രെയിം ചെയ്താലോ. ഇത് ഞാൻ 8 ഇഞ്ചിലെ ടീക്ക് വുഡ് ഫ്രെയിമിലാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. ഇതിൽ ക്ലയൻറ്റിൻ്റെ ഇഷ്ടപ്രകാരമാണ് കേട്ടോ ആൾക്ക് വെഡ്ഡിങ് കാർഡും ഫോട്ടോയും പിന്നെ ഒരു മയിൽപ്പീലിയും കൂടെ തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ ആഡ് ചെയ്തിട്ട് വേണം ചെയ്യണമായിരുന്നു. പക്ഷേ അവരുടെ ബഡ്ജറ്റിനനുസരിച്ച് നമ്മൾ ഈ ഒരു ഫ്രെയിമിൽ 8 ഇഞ്ചിൽ വരുന്ന ഈ ടീക്ക് വുഡ് ഫ്രെയിമിലാണ് നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് കൊടുത്തത് കേട്ടോ. അപ്പോൾ ഈ കോട്ട് കൊണ്ട് കഴിഞ്ഞപ്പോൾ അന്ന് സെറ്റായപ്പോഴാണ് ഞാൻ അതിൽ മയിൽപ്പീലി മുകളിലായിട്ട് ഇങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നത്. മയിൽപ്പീലി വെച്ചപ്പോൾ നല്ലൊരു കളർഫുള്ളായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. കാർഡ് വെച്ചിട്ടുണ്ടെങ്കിലും അവരുടെ വെഡ്ഡിങ് ഡേറ്റും നെയിമും ഒക്കെ കൂടെ ആഡ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടെ ആഡ് ചെയ്തപ്പോൾ കുറച്ചും കൂടെ നല്ല കളർഫുള്ളായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ബാക്കിൽ ഇതേപോലെ ഡ്രോപ്സ് ഒക്കെ വന്ന് നോക്കുമ്പോൾ ഞാൻ ഇതേപോലെ ടാപ്പ് വെച്ചിട്ടാണ് കേട്ടോ ചെയ്യാറ്. അപ്പോൾ പെട്ടെന്ന് തന്നെ അത് റിമൂവ് ആക്കി കിട്ടാറുണ്ട്. അപ്പോൾ അങ്ങനെ ഈ സൈഡൊക്കെ നല്ല ഫിനിഷായിട്ട് തന്നെ കിട്ടും കേട്ടോ. ഇതേപോലെ നല്ല ഫിനിഷിൽ ഈ സൈഡൊക്കെ കിട്ടും. അപ്പോൾ ഇതൊക്കെ ചെയ്ത് ഇതിൻ്റെ ലാസ്റ്റ് ആയിട്ടുള്ള ഫൈനൽ ലുക്ക് നമുക്ക് നോക്കിയാലോ. അപ്പോൾ ഇതേപോലെയാണ് ഇതിൻ്റെ ഫൈനൽ റിസൾട്ട് കേട്ടോ. നല്ല ഭംഗിയിൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ യൂസ് ചെയ്യണ റെസിൻ എന്ന് പറയാനായിട്ട് RQ എന്ന് പറഞ്ഞിട്ടുള്ള റെസിനാണ് കേട്ടോ. അപ്പോൾ നല്ല ഫിനിഷും നല്ല ഗ്ലോസി ആയിട്ട് ഫ്രെയിം കിട്ടും കേട്ടോ. അപ്പോൾ ഇതേപോലെയൊക്കെ ചെയ്യാനായിട്ട് ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ ഈ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ. ബഡ്ജറ്റ് ഫ്രണ്ട് ആയിട്ട് നമുക്ക് ചെയ്യാം. ഓക്കെ.